5 കോമൺ ഫാമിലി പ്ലാനിംഗ് മെത്തേഡ്സിനെ കുറിച്ച് നമുക്കിന്ന് ചർച്ച ചെയ്യാം. ആദ്യമായിട്ടാണ് ബാരിയർ കോൺട്രസെപ്റ്റീവ്സ്. അതായത് കോണ്ടം പോലത്തെ ഉള്ള മെത്തേഡ്സിനാണ് ഈ ബാരിയർ കോൺട്രസെപ്റ്റീവ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വളരെ ഈസി ടു യൂസ് ആണ്. ഇന്റർകോഴ്സിന് സമയത്ത് മാത്രം യൂസ് ചെയ്താൽ മതി. പ്ലസ് ഇൻഫെക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആണിത്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് സെക്ഷൽ സെൻസേഷൻസ് കുറയ്ക്കാനും വളരെ ഹൈ ഫെയിലിയർ റേറ്റും ഉണ്ട്. ഇത് റപ്ചർ ആയി കഴിഞ്ഞാൽ പ്രഗ്നൻസി ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. 2, ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസ് അഥവാ ടാബ്ലറ്റ്സ്. ഇത് നിത്യ ഉപയോഗത്തിനുള്ള ടാബ്ലറ്റ്സ് ആണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമായിട്ട് കൺസ്യൂം ചെയ്യാം. നല്ലൊരു പ്രഗ്നൻസി പ്രിവെൻറ്റിംഗ് എഫക്റ്റും കൂടെ കിട്ടും. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് നിരന്തരമായിട്ട് അതേ സമയത്ത് കൃത്യമായിട്ട് ഇത് കഴിച്ചിരിക്കണം. ഇത് 1-2 ഡോസ് മിസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫെയിലിയർ ചാൻസ് ഭയങ്കര ഹൈ ആണ്. 3, കോപ്പർ ടീ. അതായത് ഇൻട്രായൂട്രൈൻ ഒരു ടീ ഷേപ്പ് ഡിവൈസ് ആണ്. അതിൻ്റെ ലിംബിൽ കോപ്പർ അടങ്ങിയിട്ടുള്ളൊരു ഡിവൈസ് ആണിത്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് ഇട്ട് കഴിഞ്ഞ് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ 3 years to 10 years വരെ വാലിഡിറ്റി ഉള്ള കോപ്പർ ടീ ഉണ്ട്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ചിലവരിൽ പെൽവിക് ഇൻഫെക്ഷൻസോ ബ്ലീഡിംഗ് ചേഞ്ചസോ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 4, ഐപിൽ. ഇതൊരു പ്രൈമറി ഫോം ഓഫ് കോൺട്രസെപ്ഷൻ അല്ല. ഇതിനെ എമർജൻസി കോൺട്രസെപ്റ്റീവ് എന്ന് പറയും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഫാമിലി പ്ലാനിംഗ് മെത്തേഡ്സിന്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ ചെയ്യാവുന്ന ഒരു എമർജൻസി കോൺട്രസെപ്റ്റീവ് ആണ് ഐപിൽ. ഇന്റർകോഴ്സ് കഴിഞ്ഞാൽ ആസ് ഏർലി ആസ് പോസിബിൾ ഇല്ലെങ്കിൽ അപ് ടു 72 hours വരെ കൺസ്യൂം ചെയ്താൽ ഒരു കോൺട്രസെപ്റ്റീവ് എഫക്റ്റ് ഇതിന് കിട്ടും. പക്ഷെ ഒരിക്കലും ഇതിനെ ഒരു ഐസൊലേറ്റഡ് കോൺട്രസെപ്റ്റീവ് മെത്തേഡായിട്ട് റിലൈ ചെയ്യരുത്. ഇതിന്റെ ഫെയിലിയർ റേറ്റ് വളരെ ഹൈ ആണ്. 5, നിങ്ങളുടെ ഫാമിലി കംപ്ലീറ്റ് ആയി നിങ്ങൾക്ക് ഈ വക ടെൻഷനുകളോ കാര്യങ്ങളോ ഒന്നും വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർമനന്റ് ഫാമിലി പ്ലാനിംഗ് മെത്തേഡ്സിലേക്ക് പ്ലാൻ ചെയ്യാം. അത് സ്ത്രീകളിലെ ലാപ്രോസ്കോപ്പിക് സ്റ്റെറിലൈസേഷനോ അഥവാ പുരുഷന്മാരിൽ ചെയ്യുന്ന വാസക്ടമി മെത്തേഡോ സർജിക്കൽ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പെർമനന്റ് ഫാമിലി പ്ലാനിംഗ് മെത്തേഡ് എടുക്കും. നിങ്ങൾ നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റായിട്ട് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഫാമിലി പ്ലാനിംഗ് മെത്തേഡ് ചൂസ് ചെയ്യാം.